Good morning all. In the last class we were discussing about range, which comes under the topic measures of dispersion. Today we have to look into the other two categories of range, that is interquartile range as well as quartile deviation or semi-interquartile range. ഇതൊക്കെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ഡിസ്പേർഷനിൽ വരുന്നതായിരുന്നു. അപ്പോൾ ആദ്യം interquartile range നോക്കാം. What is meant by interquartile range? Interquartile range is defined as the difference between the two extreme quartile of a series. ഒരു സീരീസിൻ്റെ രണ്ട് എക്സ്ട്രീം ക്വാർട്ടൈൽസ് തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്. അപ്പോൾ എക്സ്ട്രീം ക്വാർട്ടൈൽസ് ഏതൊക്കെയായിരിക്കും? Q1ഉം അതുപോലെ തന്നെ Q3യും. Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ അഥവാ ലോവർ ക്വാർട്ടൈൽ, Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ അഥവാ അപ്പർ ക്വാർട്ടൈൽ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇതാണ് ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് കാണാൻ. ദാറ്റ് ഈസ് Q3 മൈനസ് Q1. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ IQR കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. തമ്മിൽ മാറിപ്പോവല്ല. IQR കാണാൻ വേണ്ടിയിട്ട് ഒറ്റ ടേമേ ഉള്ളൂ, എക്സ്ട്രീംസ് തമ്മിൽ കുറയ്ക്കുക. അതേസമയം കോഎഫിഷ്യൻ്റ് കാണുമ്പോഴാണ് Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. അതുപോലെ സെമി ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ QD എന്ന് പറയും. QD കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ബൈ 2. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് QD കാണണമെങ്കിൽ നേരത്തെ സെയിം ഇക്വേഷനാണ് Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. സോ കോഎഫിഷ്യൻ്റ് ഓഫ് IQRും കോഎഫിഷ്യൻ്റ് ഓഫ് QDയും നമുക്ക് കിട്ടുന്നത് സെയിം ക്വസ്റ്റ്യൻ്റെ കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ പഠിച്ചതുപോലെ തന്നെ 3 കേസസ് പഠിക്കണം. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂവസ് സീരീസ്. അപ്പോൾ ആദ്യം ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇൻ്റർക്വാർട്ടൈൽ റേഞ്ചും QDയും കാണാൻ നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് QD ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. റോൾ നമ്പറും തന്നിട്ടുണ്ട്, മാർക്സും തന്നിട്ടുണ്ട്. തന്നേക്കുന്ന വാല്യൂസ്, അതായത് മാർക്സ് നോക്കിയാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ അസെൻഡിങ് ഓർഡർ. അത് ശരിക്കും അത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർഡർ മാറ്റണ്ട. അതല്ല സ്പ്ലിറ്റായിട്ട് കിടക്കുമായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിൽ അറേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടെ അറേഞ്ച് ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് Q1, Q2, Q3 ഒക്കെ കണ്ടാൽ മതി. സോറി, Q2ൻ്റെ ആവശ്യമില്ല, Q1ഉം Q3യും കണ്ടാൽ മതി. അപ്പോൾ Q1 അഥവാ ഫസ്റ്റ് ക്വാർട്ടൈൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സൈസ് ഓഫ് n+1/4 ഐറ്റം. അപ്പോൾ സൈസ് ഓഫ് n എന്ന് പറയുന്നത് ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? 12 ഐറ്റംസ്. സോ 12 + 1/4, അതായത് സൈസ് ഓഫ് 3.25 ഐറ്റം എന്ന് കിട്ടും. ഡൗട്ടുള്ളവർ പണ്ട് നമ്മൾ ക്വാർട്ടൈൽസ് കണ്ട പോർഷൻ എടുത്ത് ചെക്ക് ചെയ്യാം. 3.25 എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടേംസിൻ്റെ ഇടയിൽ വരും? തേർഡ് ഐറ്റത്തിൻ്റെയും ഫോർത്ത് ഐറ്റത്തിൻ്റെ ഇടയിൽ വരും അല്ലേ? അപ്പോൾ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സൈസ് ഓഫ് 3.25 ഐറ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സൈസ് ഓഫ് തേർഡ് ഐറ്റം പ്ലസ് സൈസ് ഓഫ് 0.25 ഐറ്റം ഇൻറ്റു ഏതിൻ്റെയൊക്കെ ഇടയിലാണോ അതിൻ്റെ ഡിഫറൻസ്, അതായത് ഇൻറ്റു ഫോർത്ത് ഐറ്റം മൈനസ് തേർഡ് ഐറ്റം. അപ്പോൾ ആ ഡേറ്റയിൽ നോക്കുമ്പോൾ തേർഡ് ഐറ്റം, മൂന്നാമത്തെ ഐറ്റം ഏതാ? 80. ദെൻ ഫോർത്ത് ഐറ്റം ഏതാ നോക്കിയേ? 82. സോ 80 പ്ലസ് 0.25 ഇൻറ്റു 82 മൈനസ് 80 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 80.5 എന്ന് കിട്ടും. ഇതേ രീതിയിൽ Q3 കാണുക. Q3യുടെ ഇക്വേഷൻ സൈസ് ഓഫ് 3 ഇൻറ്റു n+1/4 ഐറ്റം എന്നാണ്. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ 9.75 ഐറ്റത്തിൻ്റെ സൈസ് എന്ന് കിട്ടും. അതായത് സൈസ് ഓഫ് 9th ഐറ്റം പ്ലസ് 0.75 ഇൻറ്റു 9.75 ആരുടെയൊക്കെ ഇടയിലാണ് വന്നത്? 9ൻ്റെയും 10ൻ്റെയും. അപ്പോൾ 0.75 ഇൻറ്റു 10th ഐറ്റം മൈനസ് 9th ഐറ്റം ചെയ്യാൻ നേരത്ത് 87.50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ Q1 കിട്ടി, Q3 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? IQR, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. Q3 മൈനസ് Q1 ഇട്ട് കൊടുക്കുന്നു. ആൻസർ 7.
ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് IQR ഇക്വേഷൻ കൊടുക്കുന്നു. Q3 - Q1 / Q3 + Q1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻസർ 0.04. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ അഥവാ QD ഇക്വേഷൻ Q3 - Q1/2. ആൻസർ 3.5 എന്ന് വരും. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് QD കാണാനുള്ള ഇക്വേഷൻ Q3 - Q1/Q3 + Q1. സോ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 0.04. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് IQRും കോഎഫിഷ്യൻ്റ് ഓഫ് QDയും എപ്പോഴും സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസ് വരുമ്പോഴും വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പണ്ടും പറഞ്ഞതാണ്. ഇവിടെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാവും, പക്ഷേ ഫ്രീക്വൻസിക്ക് വലിയ റോളൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ QD കാണാനും കോഎഫിഷ്യൻ്റ് കാണാനും ആണ് പറഞ്ഞിരിക്കുന്നത്. വേജസും നമ്പർ ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ട്. സോ നമ്മളത് അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ ജസ്റ്റ് കണ്ടുപിടിച്ചു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് നമുക്ക് സൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. കാര്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ സൈസിൽ നിന്നാണ് നമ്മൾ Q1ഉം Q3യുടെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഫ്രീക്വൻസി വേറെ യൂസ് ഇല്ല. CF കാണണം. അപ്പോൾ N എത്രയാണ്? N എന്ന് വെച്ചാൽ സിഗ്മ F ആണ്. അതായത് 49 എന്ന് വരും. ടോട്ടൽ കൂട്ടണം Fൻ്റെ 49. അപ്പോൾ Q1 കാണാനുള്ള ഇക്വേഷൻ n+1/4 ടേമിൻ്റെ സൈസാണ്. സോ 12.5 ടേം എന്ന് കിട്ടും. 12.5 എന്നൊരു വാല്യൂ CFലുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ഹയർ എത്രയാണ്? 26. അപ്പോൾ 26ന് നേരെ വരുന്ന മാർക്സ് ഏതാണെന്ന് നോക്കുക. എത്രയാണ്? 30. സോ Q1 എന്ന് പറയുന്നത് 30. ഇനി Q3 നോക്കുമ്പോൾ അതുപോലെ സൈസ് ഓഫ് 37.5 ഐറ്റം എന്ന് കിട്ടും. 37.5 എന്നൊരു സാധനം ഒരു വാല്യൂ CFലില്ല, പകരം 41 ആണ് ഉള്ളത്. അപ്പോൾ 41ന് നേരെയുള്ള വാല്യൂ അതായത് 50 ആയിരിക്കും Q3. അപ്പോൾ Q1 കിട്ടി, Q3 കിട്ടി. സോ ഡയറക്റ്റ് QD കാണാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നത് എങ്ങനെ? Q3 - Q1/2 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ Q3 - Q1/Q3 + Q1 ചെയ്ത് നോക്കുമ്പോൾ 0.25 എന്ന് കിട്ടും. വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും IQRും കോഎഫിഷ്യൻ്റ് ഓഫ് IQRും ഒക്കെ കാണാം. അതേ മെത്തേഡാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഏത് സീരീസ് കൂടെ നോക്കണം? കണ്ടിന്യൂസ് സീരീസ് കൂടെ നോക്കണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാർക്സ്, സ്റ്റുഡൻസ്. ഇതിൽ നിന്നും QDയും അതിൻ്റെ കോഎഫിഷ്യൻ്റും കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്സ് 0 to 10, 10 to 20 ആ രീതിയിൽ എഴുതി. ഫ്രീക്വൻസി അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓർഡറിൽ എഴുതുന്നു. 11, 18, 25 അങ്ങനെ. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. ഇനി Q1, Q3 ഒക്കെ കാണണം. Q1 കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? നേരത്തെ ഇക്വേഷൻ അല്ല, കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ Q1ൻ്റെ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ദാറ്റ് വാസ് പഴയ ഇക്വേഷനാണ്, ഓർത്തെടുക്കുക. L1 + L2 - L1/F × Q1 - C അല്ലേ? ഓക്കെ, അപ്പോൾ Q1 ഏത് മീഡിയൻ ക്ലാസ്സിലാണ് നിൽക്കുന്നത് നോക്കണം. അപ്പോൾ M കാണണം. Q1 = അല്ല, M = M നമ്മൾ ജസ്റ്റ് കാണണം. ഏത് മീഡിയൻ ക്ലാസ്സിലാണെന്ന് അറിയാൻ വേണ്ടി. മീഡിയൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് സൈസ് ഓഫ് n/4 ഐറ്റം ആണ്. ചെയ്യുമ്പോൾ 51 ഐറ്റം എന്ന് കിട്ടും. 51 എന്നൊരു വാല്യൂ ഉണ്ടോ CFൽ? ഇല്ല. നെക്സ്റ്റ് ഹയർ വരുന്നത് 54 ആണ്. അപ്പോൾ CFൽ 54ന് നേരെ വരുന്ന ക്ലാസ് നോക്കുക. ഏതാ? 20 to 30. സോ Q1 എന്ന് പറയുന്നത് ഈ പറഞ്ഞ 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ Q1 അല്ല, Q1ൻ്റെ ക്ലാസ് കണ്ടുപിടിച്ചതാണ് ആ 20 to 30. മീഡിയൻ ക്ലാസ് അല്ല കേട്ടോ, Q1ൻ്റെ ക്ലാസ് ആണ്. ദെൻ Q1 കാണാനുള്ള ഇക്വേഷൻ L1 + L2 - L1. ആ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. L1 എന്ന് പറയുന്നത് 20 to 30 ആയതുകൊണ്ട് L1 20യും L2 30യും. ദെൻ അതിന് നേരെ വരുന്ന ഫ്രീക്വൻസി ആണ് 25. അപ്പോൾ F എന്ന് പറയുന്നത് 25. ദെൻ Q1 ഓൾറെഡി കിട്ടി, ഇപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. n/4 ചെയ്തപ്പോൾ 51 എന്ന് കിട്ടിയായിരുന്നു.
പിന്നെ അറിയേണ്ടത് എന്താ, സി എന്ന് വെച്ചാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് പ്രിസീഡിങ് വരുന്ന വാല്യൂ, അതായത് 54 തൊട്ട് മുന്നേ ഉള്ള വാല്യൂ 29, അതായിരിക്കും സി എന്ന് പറയുന്നത്. സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Q1 28.8 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ Q3 കാണുക. Q3 കാണാൻ സെയിം ഇക്വേഷൻ Q1 പകരം Q3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ Q3യുടെ ക്ലാസ് കാണണം. ക്ലാസ് ഓഫ് Q3 ഈക്വൽ ടു സൈസ് ഓഫ് 3 × n/4 ഐറ്റം ആണ്. ചെയ്യുമ്പോൾ സൈസ് ഓഫ് 153rd ഐറ്റം എന്ന് കിട്ടും. 153 എന്നൊരു വാല്യൂ ഇല്ല, പകരം 167 ആണ് CFലുള്ളത്. 167ന് നേരെയുള്ള ക്ലാസ് ഏതാ, 60 to 70. അപ്പോൾ Q3 വരുന്ന ക്ലാസ് ആണ് 60 to 70. അപ്പോൾ അവിടുത്തെ L1 എന്ന് പറയുന്നത് 60, L2 എന്ന് പറയുന്നത് 70. ദെൻ ഇനി എന്താ വേണ്ടത്, എഫ് അറിയണം. എഫ് എത്രയാണ് അതിന് നേരെയുള്ളത്, 22. ദെൻ Q3 ഓൾറെഡി ഇപ്പോൾ കണ്ടു. 204/4 ചെയ്തപ്പോൾ കിട്ടി. 3 × 204/4 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. എത്ര കിട്ടിയത്, 153 എന്ന്. ദെൻ സി അറിയണം. സി എന്ന് പറയുന്നത് ആ ക്ലാസ്സിന് തൊട്ട് മുന്നേ ഉള്ളതിൻ്റെ CF, അതായത് 167ന് മുന്നേ ഉള്ള CF, ദാറ്റ് മീൻസ് 145. അപ്പോൾ സി എന്ന് പറയുന്നത് 145. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 63.63 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് QD കാണാം. QD കാണാനുള്ള ഇക്വേഷൻ എന്താ, Q3 - Q1/2 ചെയ്യുമ്പോൾ 17.42 എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് കാണാൻ Q3 - Q1/Q3 + Q1 ചെയ്യുക, 0.38 എന്ന് കിട്ടും. ഇത് രണ്ടുപേർ ചോദിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ IQRും കോഎഫിഷ്യൻ്റ് ഓഫ് IQR ഒക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതും ഇത്രയേ ഉള്ളൂ. IQRൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, Q3 - Q1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തമ്മിൽ കുറയ്ക്കുമ്പോൾ 34.83 എന്ന് കിട്ടും. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് IQR കാണണമെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു, Q3 - Q1/2. അതും ചെയ്യാൻ നേരത്ത് 17.42 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് കോർട്ടെയിൽസിൻ്റെ കേസിൽ വരുന്നത്. ദെൻ കോർട്ടെയിൽസ് കഴിഞ്ഞ് ഇനി വരുന്ന മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിസ്പേർഷൻ ആണ് MD അഥവാ മീൻ ഡീവിയേഷൻ. ഓക്കെ, മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് അതിന് 3 ടൈപ്പ് സീരീസിനും പ്രത്യേകം നമുക്ക് നോക്കണം. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസ് നോക്കാം. മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ മോഡ് D/N. MD എന്ന് വെച്ചാൽ മീൻ ഡീവിയേഷൻ ആണ്. മോഡുലസ് D എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മോഡുലസ് X - A, അല്ലെങ്കിൽ മോഡുലസ് X - X ബാർ, അല്ലെങ്കിൽ മോഡുലസ് X - M, അതല്ലെങ്കിൽ മോഡുലസ് X - Z. അതായത് ഈ A എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് ജനറലി പറഞ്ഞാൽ നമുക്ക് A എന്ന് കൊടുത്തേക്കുക, X - A എന്ന് കൊടുത്തേക്കുക. A എന്ന് വെച്ചാൽ അത് ഏത് വേണേ ആകാം, മീൻ ആകാം, മീഡിയൻ ആകാം, മോഡാകാം. അതാണ് X ബാർ M Z എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതായത് വാല്യൂവിൽ നിന്നും മീൻ കുറയ്ക്കുക, അല്ലെങ്കിൽ വാല്യൂവിൽ നിന്നും മീഡിയൻ കുറയ്ക്കുക, അല്ലെങ്കിൽ വാല്യൂവിൽ നിന്നും മോഡ് കുറയ്ക്കുക. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മീനും മീഡിയനും മോഡും ഒക്കെ കാണേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ സ്റ്റെപ്സ് ഇങ്ങനെയാണ്. ആദ്യം മീൻ, മീഡിയൻ അല്ലെങ്കിൽ മോഡ് ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് ഡീവിയേഷൻ അഥവാ മോഡ് D കാണണം. അതിൻ്റെ ഇക്വേഷൻ X - Aയുടെ മോഡുലസ് എന്നാണ്. X - Aയിൽ A എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മീൻ, അല്ലെങ്കിൽ മോഡ്, അല്ലെങ്കിൽ മീഡിയൻ, ഏതെങ്കിലും ആകാം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നു. ദെൻ സിഗ്മ D എന്ന് വെച്ചാൽ ഈ ഡീവിയേഷൻസിൻ്റെ ഒക്കെ കൂടെ സം കാണുക. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് സിഗ്മ മോഡ് D/N അത് ചെയ്താൽ MD കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻ കിട്ടണമെങ്കിലുള്ള ഇക്വേഷൻ MD/മീൻ, അല്ലെങ്കിൽ MD/മീഡിയൻ, അതും അല്ലെങ്കിൽ MD/മോഡ്. അതുപോലെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് മീൻ ഡീവിയേഷൻ ബൈ മീൻ, അല്ലെങ്കിൽ മീഡിയൻ, അല്ലെങ്കിൽ മോഡ് ഇൻറ്റു 100, ഏതെങ്കിലും ഒരെണ്ണം മതി. ഓക്കെ, പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇല്ലസ്ട്രേഷൻ 8. റോൾ നമ്പറും മാർക്സും തന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു ഓർഡറിലാണ്. സോ നമുക്ക് ആ ഓർഡറിൽ തന്നെ അങ്ങ് എഴുതാം.
എക്സ് 20, 25, 40 ആ രീതിയിൽ എടുത്തെഴുതി. ഇനി നമുക്ക് കാണേണ്ട എന്താ, മോഡ് ഡി കാണണം. മോഡ് ഡി കാണാനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് എ എന്നാണ്. എ എന്ന് പറയുന്നത് ഇവിടെ അസ്യൂംഡ് മീൻ അല്ല, പകരം മീനോ മീഡിയനോ മോഡോ ആണ്. അപ്പം നമുക്ക് എളുപ്പത്തിന് ഇവിടെ മീൻ കാണാം, എക്സ് ബാർ കാണാം. എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ എന്താ, സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ സം 470 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം. ടോട്ടൽ എത്ര പേരുണ്ട്, 10 പേര്. സോ 470 ബൈ 10 47 എന്ന് കിട്ടും എക്സ് ബാർ. അപ്പോൾ ഡി കാണാൻ സെക്കൻഡ് കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാറിന് പകരം എക്സ് മൈനസ് 47 എന്ന് കൊടുക്കണം. അപ്പോൾ 20 മൈനസ് 47. 20 മൈനസ് 47 എത്രയാണ്, -27 അല്ലേ. പക്ഷേ മോഡുലസ് ആയതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, നെഗറ്റീവ് പൊക്കോളും. അതുകൊണ്ടാണത് 27 എന്നായത്. അതുപോലെ അടുത്തത് 25 മൈനസ് 47. അപ്പം -22 എന്ന് കിട്ടും. മോഡുലസ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ വേണ്ട, 22. സിമിലർലി ബാക്കി വാല്യൂസ്, അതായത് നെഗറ്റീവ് സൈൻ നമുക്ക് ജസ്റ്റ് നിഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും മോഡുലസ് ഉള്ളത് കൊണ്ട്. സൈൻ നോക്കാതെ തമ്മിൽ കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ സിഗ്മ ഡി കാണാം. സിഗ്മ മോഡ് ഡി എന്ന് പറയുന്നത് ഈ കിട്ടിയതിൻ്റെ സമ്മാണ് 174. ഇനി മീൻ ഡീവിയേഷൻ കാണാമല്ലോ. മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സിഗ്മ മോഡ് ഡി ബൈ എൻ അല്ലേ. അപ്പോൾ 174 ബൈ 10 17.4. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷനോ, മീൻ ഡീവിയേഷൻ ബൈ മീൻ അല്ലേ മോഡ് അല്ലെങ്കിൽ മീഡിയൻ. അപ്പോൾ ഇവിടെ മീൻ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മീൻ ഡീവിയേഷൻ ബൈ മീൻ ചെയ്യാം. അപ്പോൾ 174 ബൈ 47 0.37 എന്ന് കിട്ടും. വേണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ വേരിയേഷൻ കൂടെ കണ്ടുപിടിക്കാം. മീൻ വേരിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഈ കിട്ടിയ ആൻസർ ഇൻറ്റു 100, അതായത് എം ഡി ബൈ മീൻ ഇൻറ്റു 100. സോ 37 എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. പക്ഷേ ഇക്വേഷൻസ് പഠിക്കുക, ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതേപോലെയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണിത്. ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ചെയ്യണമെന്ന് നിർബന്ധമില്ല, വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ മീൻ ഡീവിയേഷൻ കാണാനാണ് 9th ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓർഡർ അല്ലാത്തതുകൊണ്ട് അസെൻഡിങ് ഓർഡറിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എയ്ക്ക് പകരം മോഡ് ഡി ഈക്വൽ ടു എക്സ് മൈനസ് എയ്ക്ക് പകരം മീൻ കണ്ടുപിടിച്ചു. ഇവരിവിടെ ഒരു വെറൈറ്റിക്ക് മീനിന് പകരം മീഡിയൻ വെച്ചാൽ ചെയ്യുന്നത്. സോ എക്സ് മൈനസ് എക്സ് ബാറിന് ഒരു എക്സ് മൈനസ് ക്യാപിറ്റൽ എം ആണ്. അപ്പം മീഡിയൻ എങ്ങനെ കാണുന്നതിനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ മീനിന് പകരം ഇവിടെ മീഡിയൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ എല്ലായിടത്തും മീൻ വന്നെടുത്ത് എന്ത് വരും, മീനിന് പകരം മീഡിയൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ആ രീതിയിൽ ചെയ്തേക്കുന്നതാണ്, ഒന്ന് നോക്കിയാൽ മതി. ഇവിടെയും വീണ്ടും മീഡിയൻ യൂസ് ചെയ്ത് തന്നെ 2 സീരീസിൻ്റെയും മീൻ ഡീവിയേഷൻ കാണാനും കമ്പയർ ചെയ്യാനുമാണ് പറഞ്ഞേക്കുന്നത്. സീരീസ് എ ഉണ്ട്, സീരീസ് ബി ഉണ്ട്. സോ രണ്ടിൻ്റെയും മോഡ് ഡി സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, അതിൻ്റെ സിഗ്മ ഡി കണ്ടുപിടിക്കണം. 2 സീരീസിനും പ്രത്യേകം മീൻ ഡീവിയേഷൻ കിട്ടും. അത് മീഡിയൻ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂസ് ഫൈനൽ റിസൾട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ചെയ്യുന്നത് സെയിം മെത്തേഡാണ്, നോക്കിയാൽ മതി. ഇപ്പോൾ ആദ്യത്തെ സീരീസ്, അതായത് സീരീസ് എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടിയത് എത്രയാണ്, 0.116. അതേസമയം സീരീസ് ബിയുടെയോ 0.307. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫോർ ദ സീരീസ് ബി ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് സീരീസ് എ. ബിയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് എം ഡി എന്ന് പറയുന്നത് എയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് എം ഡിനേക്കാളും ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ വേരിയേഷൻ കൂടുതലുള്ളത് അല്ലേ, അതായിരിക്കും സീരീസ് ബി ആയിരിക്കും മോർ വേരിയബിൾ, കൂടുതൽ വേരിയൻസ് ഉള്ളത് ഇതിനായിരിക്കും. ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി. മീൻ ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ വേരിയബിലിറ്റി കൂടുതലായിരിക്കും. സോ മീൻ ഡീവിയേഷൻ കൂടുതലുള്ളത് ആർക്കാ, 0.307 എന്ന് പറയുന്നത് സീരീസ് ബിക്കാണ്. അതുകൊണ്ട് തന്നെ സീരീസ് ബി ആയിരിക്കും കൂടുതൽ വേരിയബിൾ. അങ്ങനെ സൈഡ് എഴുതി വെച്ചിട്ടില്ലേ, ഇഫ് എം ഡി മോർ വേരിയബിലിറ്റി, അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, മീൻ ഡീവിയേഷൻ കുറഞ്ഞാലോ വേരിയബിലിറ്റി കുറവായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഡിസ്ക്രീറ്റ് സീരീസ്
മീൻ ഡീവിയേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഈ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസിൽ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷെ ഒന്ന് വായിച്ച് നോക്കുക, സ്റ്റെപ്സൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ചെയ്താൽ അത്രയും നല്ലത്. ടൈം ഉണ്ടെങ്കിൽ ചെയ്യുക. കാരണം എത്രത്തോളം പ്രോബ്ലംസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് കുറേ നോട്ട്സ് എഴുതാനുണ്ട് എന്നൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, എഴുതണ്ട. പക്ഷെ അതൊന്ന് നോക്കി വെച്ചേക്കുക എങ്ങനെ വന്നു എന്ന്. So that's all for today's class. Thank you.